നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാടിനുള്ളിലെ ചെറിയൊരു രഹസ്യത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇതും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു മലയണ്ണാനെ കാണാൻ പറ്റിയിട്ടോ. പോകുന്ന വഴിക്ക് ആന കുത്തിയ പാട് നമുക്ക് കാണിച്ചു തരുവാണ് സന്തോഷമായിട്ട്. ഒരു കൊമ്പ് കുത്തി ഇറക്കിയിരിക്കുന്ന പാടാണ് നിങ്ങളെ കാണുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ കൊമ്പ് കുത്തിയ പാടുണ്ട്. രണ്ട് കൊമ്പുകൾ തമ്മിൽ 2 അടി ഗ്യാപ്പിലാണ് കുത്തിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആന തന്നെയാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെറിയ ആനക്കുട്ടി കുത്തിയേക്കുന്ന പാടും അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നടന്നു നേരെ ആറ്റിലെത്തി. ആറ്റിൽ നിന്ന് അക്കരെ കയറി പോകണം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ പോണേ. ഓക്കെ, നമ്പർ പഠിച്ചു വെക്കണം കടവയുടെ. പുള്ളിയോട് ബൈ പറഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ആനപ്പിണ്ടമാണ് കേട്ടോ. നല്ല ഐശ്വര്യം. ആറ്റിലേക്ക് ഇറങ്ങി. വെള്ളം തീരെ കുറവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ആറ് ക്രോസ് ചെയ്ത് അക്കരെ എത്തണം. ഇത് കല്ലാറാണ് കേട്ടോ. ആറ്റിലിപ്പോൾ തീരെ വെള്ളക്കുറവാണെങ്കിലും കാടിനുള്ളിലൂടെ വരുന്ന ആറായതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ നടന്ന് അക്കരെ എത്തി. ഇതൊരു പഴയ പാലമാണ് കേട്ടോ. ഇതിനപ്പുറം അമൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് ഈ ആറിൻ്റെ അക്കരെ ഇക്കരെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ അമൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസം കേട്ടോ. ആന മറിച്ചിട്ട മരത്തിൻ്റെയൊക്കെ മുകളിലൂടെ ചവിട്ടി ഈ മണ്ണിലും കല്ലിലും ഒക്കെ ചവിട്ടി കയറി ഇറങ്ങി വേണം ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സത്യത്തിൽ ഒരു തോട്ടിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് തോടി ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. വെള്ളം വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ എന്ത് രസമാണെന്നറിയോ കാണാൻ. ഈ ഏരിയയിൽ ഇഷ്ടംപോലെ കൊക്കോമരം ഉണ്ട് കേട്ടോ, പക്ഷേ പഴുത്തൊന്നും കിട്ടിയില്ല. കിട്ടിയായിരുന്നെങ്കിൽ അത് തിന്നുകൊണ്ട് ബാക്കി നടക്കായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പഴയ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് അടുത്തെത്തി കേട്ടോ. പണ്ട് ഇത് നല്ല രീതിയിൽ വർക്കായിക്കൊണ്ടിരുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതാണ് അവസ്ഥ. ഒരു പഴയ പ്രേതവീട് പോലെ ഉണ്ടല്ലേ. എൻ്റെ പപ്പയുടെ പപ്പയും ഇവിടുത്തെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്ഥിരം ഏരിയ ആയിരുന്നു ഇത്. ഇപ്പം ആരുമില്ല. പണ്ട് പപ്പയുടെ കൂടെ എത്രയോ തവണ ഇവിടെ വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നറിയോ. അതൊക്കെ ഒരു കാലം. പെട്ടെന്നാണ് നമ്മൾ അവിടെ ഒരു മനകുളവയുടെ കൂട് ശ്രദ്ധിച്ചത്. ഇല്ല, പ്രശ്നമില്ല, കൂട് മാത്രമേ ഉള്ളൂ, ഈച്ചയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് ആദിവാസി ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടക്കിയിട്ടുണ്ടായിരുന്ന സ്ഥലമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ പഞ്ഞി കിട്ടി കേട്ടോ. ഇത് നമ്മളിത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു കാ കണ്ടോ, ഈ ഒരു കായ്ക്കകത്തു നിന്നാണ് ഈ പഞ്ഞി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തീ കത്തിക്കാൻ ബെസ്റ്റ് സാധനം കേട്ടോ. പക്ഷേ ഈ മരം എന്ന് പറയുന്ന ഇലവിൻ്റെ മരമാണ്. ഈ മരത്തിൽ നിന്നാണ് ഈ പഞ്ഞി വരുന്നത് കേട്ടോ. അപ്പോൾ പഞ്ഞിയോടും ബൈ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ ആദിവാസി ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ താമസിച്ച സ്ഥലമാണെന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല. എന്നാലും അതിൻ്റെ അവശേഷിപ്പുകളും തെളിവുകളുമായിരിക്കാം ഇത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഈ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഇതിനകത്തൂടെ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് വേർത്ത്. ബാ, നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ കയറി നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു കല്ല് വെട്ടി ഇങ്ങനെ താത്ത് വെച്ചേക്കുന്ന ഒരു ഫീലാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊരു കല്ല് വെട്ടി ചെത്തി ഇറക്കിയേക്കുവാണ്. അതിൻ്റെ ശേഷം ഈ സൈഡിൽ കൂടെ വെട്ടി ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഏറ്റവും വലിയ കല്ല് ഈ സൈഡിലാണ് കേട്ടോ. ഇതുണ്ടോ, ഈ കല്ല് ഇങ്ങനെ വെട്ടി ഇറക്കി ഇതാ ഇങ്ങനെ അറ്റത്തോട്ട് വന്നോടാ. ഇവിടെ കണ്ടോ ജോയിൻ്റ് ചെയ്തേക്കുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വെട്ടിയിട്ട് ഈ കല്ലും തമ്മിൽ ജോയിൻ ചെയ്തേക്കാണ് ഇവിടെ കൊണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെല്ലാം ഇപ്പം മണ്ണ് കയറിയിട്ട് മൂടി കിടക്കുകയാണ്. ഇത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഇത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണം എന്നാണ് ഒത്തിരി പിടി കിട്ടുന്നത്. നമുക്കൊന്ന് കുഴിച്ച് നോക്കിയേക്കാം. ഇതിനകത്തെല്ലാം മണ്ണിട്ട് നിറച്ചേക്കാണ്. ഇനി പണ്ടത്തെ ആൾക്കാരുടെ വീട് വല്ലതായിരുന്നാണോ ഇത്? അറിയത്തില്ല എന്താ ചെയ്ത്. അതോ ഇനി സ്വർണ്ണം എല്ലാം കുഴിച്ചിട്ടാണ്? സ്വർണ്ണം എടുത്താന്ന് പറയുന്നുണ്ട് ആൾക്കാരെ. പണ്ടത്തെ ആൾക്കാർ കുഴിച്ചിട്ടാണ് മരിച്ചിട്ട് അടക്കം ചെയ്താണെന്ന്. ദൈവമേ, ശവത്തിന്റെ മേളിലാണോ നീക്കുന്നത്? ഒന്ന് ബാക്കിലോട്ട് പറക്കി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കുറേ കല്ലുകളുണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ച് അപ്പുറത്തും ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ വെട്ടി കീറി വെച്ചേക്കണത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇനിയിപ്പം വല്ല പുരാതന ഗവേഷകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് നോക്കട്ടെ, അല്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു കുഴിക്കും, ഒരു ബുക്കാസൊക്കെ എടുത്തോണ്ട് കുത്തി കുഴിക്കും. നമുക്ക് നോക്കാൻ എന്തുണ്ടെന്ന്. സ്വർണം കിട്ടിയ ഞാൻ പറയത്തില്ല കേട്ടോ. വേറെ എന്ത് കിട്ടിയാലും ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു കാടിനുള്ളിലെ ചെറിയ ചെറിയ രഹസ്യങ്ങൾ. അതിലൊന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഇവിടുന്ന് വീട്ടിൽ വരെ നടന്നാലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.